നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കുളത്തൂപ്പുഴ പബ്ലിക് മാർക്കറ്റാണ്. പുറത്തുനിന്ന് കാണാവുന്ന ഈ ഒരു മോടി മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ അകത്തേക്കൊന്ന് കയറി നോക്കിയാൽ പ്ലാസ്റ്റിക് മാലിന്യം മുതൽ മദ്യക്കുപ്പികൾ വരെ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത്രയും മാലിന്യം കൊണ്ട് മൂടിയ മറ്റൊരു സ്ഥലം നമ്മുടെ കുളത്തൂപ്പുഴയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പുചവറുകളും കൂട്ടിയിട്ടേക്കുന്ന ഈ സാഹചര്യം നമ്മുടെ കുളത്തൂപ്പുഴ ടൗണിലാണ് എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ വളരെ ശക്തമാണ്. പക്ഷേ അവർ പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്തതും വളരെ കഷ്ടം തന്നെയാണ്. അല്ലെങ്കിൽ ഹരിതകർമ്മസേനക്കാരെ എന്തിനാണ് കുറ്റം പറയുന്നത്? കുളത്തൂപ്പുഴ ടൗണിലെ ഈ മാലിന്യ കൂമ്പാരത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നത് കുളത്തൂപ്പുഴയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർ പോലും കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ലേ. ഈ മാലിന്യ കൂമ്പാരത്തിനിടയ്ക്ക് നിന്ന് മത്സ്യമാംസാദികൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നവർക്ക് എന്ത് ആരോഗ്യ സുരക്ഷയാണ് നാം പ്രദാനം ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ പരാമർശിച്ചത് ഈ വാർത്തയിലെ മാലിന്യ പ്രശ്നത്തെ കുറിച്ചാണ്. അടുത്തത് നിങ്ങൾ തന്നെ നോക്കിക്കാണൂ. ഈ കെട്ടിടത്തിൽ എന്ത് സുരക്ഷയാണുള്ളത്? ഈ കെട്ടിടത്തിന്റെ ഭിത്തിയും കോൺക്രീറ്റും ഉൾപ്പെടെ എല്ലാം തകർന്ന അവസ്ഥയിലാണ്. കോൺക്രീറ്റ് ഒക്കെ ഇളകി കമ്പികൾ വരെ പുറത്തു കാണുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിന്റെയൊക്കെ പുറകുവശത്ത് താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇവിടെ ദൈനംദിനം വന്നു പോകുന്ന ആൾക്കാരുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട്. ഇവിടെ കച്ചവടക്കാരുണ്ട്. ഇത് ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിന്റെ പുറകുവശമാണ്. ഈ പുറകുവശത്ത് ഇതിനോട് ചേർന്ന് തന്നെ വീടുകളുണ്ട്. ഈ വീട്ടിലെ കുട്ടികളൊക്കെ ഇതിന്റെ മുറ്റത്ത് കളിക്കുമ്പോൾ ഈ കെട്ടിടമൊക്കെ എന്ത് സുരക്ഷയാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉൾപ്പെടെ നൽകുന്നതെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇവിടെയുള്ള കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ പേടിയോടെ അല്ലാതെ അന്തി ഉറങ്ങാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതു നേരവും നിലംപൊത്തുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ കെട്ടിടം ആർക്കു വേണ്ടിയാണ് സംരക്ഷിച്ചു പിടിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തെങ്കിലുമൊക്കെ അത്യാഹിതം സംഭവിച്ചിട്ട് നടപടി സ്വീകരിക്കുന്ന സ്ഥിരം പരിപാടി. ഈ രീതി വെടിഞ്ഞ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ട നടപടി സ്വീകരിച്ച് മാതൃകയാകുവാൻ അധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുകയാണ്.
എന്തായാലും അധികാരികൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളോടൊപ്പം ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.